നമ്മൾ പല അസറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ബിസിനസ്സിലുള്ള ചില അസറ്റുകളുണ്ട്. അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൽ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലതരം അസറ്റുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചില അസറ്റുകളുണ്ട്. സാധാരണ നമ്മൾ കമ്പനിയിലെ അസറ്റിനെ കുറിച്ച് പറയുന്നതിനപ്പുറത്ത് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അസറ്റുകൾ നമ്മൾ ഇല്ലെങ്കിലും, നമ്മുടെ സാന്നിധ്യം ഇല്ലെങ്കിലും അത് സ്വന്തമായി അസറ്റിനെ വർദ്ധിപ്പിക്കേണ്ട ചില രീതിയാണ്. ആ രീതിയെ കുറിച്ചാണ് ഈ ബിസിനസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് നമ്മുടെ ആ സാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി ഫൈനാൻസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ പറയുന്ന പ്രോപ്പർട്ടീസ്, ഗോൾഡ് തുടങ്ങിയുള്ള സാധനങ്ങളാണ് നമുക്ക് പറഞ്ഞത്. നമ്മൾ ഈ അസറ്റുകൾ ആക്കുമ്പോൾ നമ്മളതിനെ 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ നമ്മളതിനെ കണക്കാക്കേണ്ടത്. ആ സ്കെയിലിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കണം. അത് 9 to 10 ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്കെയിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ അസറ്റിനെ അളന്നെടുക്കാനും കൂടി. ഇത് ബിസിനസ്സിലെ ചില അസറ്റുകൾ. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓരോ കമ്പനിയിലും ആ കമ്പനിയിലെ ബിസിനസ് ഓണർ ചെയ്യുന്നത് അവിടെ സിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ആ കമ്പനിയിലെ സ്റ്റാഫുകൾ ചെയ്യുന്നത് ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പത്രത്തിലൊക്കെ അസറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് മാർക്കറ്റ് അസറ്റാണ്. ഈ മാർക്കറ്റ് അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ആളുകൾക്കുള്ള അറിവുകൾ, അവരെത്രത്തോളം ഇതിനെ കുറിച്ച് അവെയർ ആണെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറീസ് ആളുകൾ എത്രത്തോളം പറയുന്നതാണ്. നിങ്ങളുടെ സ്ട്രാറ്റജിക് പ്ലാൻ, ഇതൊക്കെയാണ് ഈ മാർക്കറ്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നത് മാർക്കറ്റിംഗ് അസറ്റ് ആണ്. ഈ മാർക്കറ്റിംഗ് അസറ്റ്സിൽ പ്രധാനമായിട്ടും നമ്മൾ മാർക്കറ്റിംഗ് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളുകളാണ്. സോഷ്യൽ മീഡിയ ടൂളുകൾ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്രത്തോളം ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് സെയിൽസ് അസറ്റ് എന്ന് പറയുന്നത്. സെയിൽസിന്റെ അസറ്റ്സുകൾ എന്ന് പറയുന്നത് കമ്പനിയിൽ ഒരു CRM ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റ്, സെയിൽസിനെ കുറിച്ചുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, അതുപോലെ അനലിറ്റിക്കലായിരിക്കുക, റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കുക കൃത്യമായിട്ടുള്ള എന്നുള്ളതൊക്കെ. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളില്ലെങ്കിലും നമ്മുടെ കമ്പനി കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ, നാളെ പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കണ്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ആക്കിയ ഒരു സിസ്റ്റം ഉണ്ടാക്കി എടുക്കുന്നതാണ്. ഒരു സെയിൽസ് കോൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ക്ലോസിംഗ് വരെയുള്ള എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്ന് കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു രീതി. അങ്ങനെ എല്ലാ സിസ്റ്റങ്ങളും ഉണ്ടായിരിക്കുക. മറ്റൊന്നാണ് പ്രൊഡക്റ്റ് അസറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അസറ്റ്. അതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു R&D ഡിവിഷൻ ഉണ്ടായിരിക്കുക, അതിന്റെ ലോജിസ്റ്റിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട്, പ്രൊഡക്റ്റിന്റെ ഫീച്ചേഴ്സ്, കാര്യങ്ങൾ, ബെനിഫിറ്റ്സ് എല്ലാം കുറിച്ചുള്ള അതിനെ കൃത്യമായിട്ടുള്ള ഒരു അസറ്റാക്കി മാറ്റാൻ പറ്റണം. നമുക്ക് ആ പ്രൊഡക്റ്റിനെ തന്നെ നമുക്കൊരു അസറ്റാക്കി മാറ്റാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സംഭവം. മറ്റൊന്ന് വരുന്നത് ഫൈനാൻഷ്യൽ അസറ്റ് ആണ്. ഈ ഫൈനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയെ എത്രത്തോളം വാല്യൂ ചെയ്യാൻ പറ്റും, ഒരാൾ വാല്യുവേഷന് വരുമ്പോൾ എത്രത്തോളം പവർഫുൾ ആയിരിക്കാം, നമുക്ക് എത്രത്തോളം ക്രെഡിബിലിറ്റി മാർക്കറ്റിലുണ്ട്, നമ്മൾ നാളെ ഒരു ബോറോയിന് വേണ്ടി ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം അവിടെ സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെയാണ് ഇതിനെക്കുറിച്ച് കാണിക്കുന്നത്. ഇനിയും കുറെ അസറ്റുകളുണ്ട്. ഇത്തരം ചില അസറ്റുകൾ നമ്മളെ കമ്പനിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള അസറ്റുകളായിരിക്കണം നമ്മുടെ കമ്പനിയെ വാല്യൂ ചെയ്യേണ്ടതും നമ്മുടെ കമ്പനി മറ്റൊരു. അതായത് നമ്മളില്ലെങ്കിൽ പോലും നമ്മളെ കമ്പനിയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ, വളരെ മനോഹരമായിട്ട് മുന്നോട്ട് നീക്കാൻ, ഒരാളുടെ പ്രയാസമില്ലാതെ മുന്നോട്ട് നീക്കുന്ന രൂപത്തിലേക്ക് മാറ്റാൻ നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ അസറ്റുകൾ നമുക്ക് മുതൽക്കൂട്ടാവേണ്ടത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി അടുത്ത ശനിയാഴ്ച കാണാം. ടിൽ ദെൻ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. താങ്ക് യു.